ഇതൊരു സ്റ്റോറിയല്ല, എൻ്റെ ഫ്രണ്ടിന്റെ മോളുടെ സ്റ്റോറിയാണ്. എനിക്ക് അനുഭവമുള്ളതാണ്. എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം. ഇനിയത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും ഇത് അറിഞ്ഞിരിക്കണം. എല്ലാവരും അറിയണം. ഇത് നേരത്തെ തന്നെ ഇത് പബ്ലിസിറ്റി കൊടുത്തിരുന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ മോൾക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു. അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്കിത് കണ്ടുകൊണ്ടിരുന്നത്. റിയൽ സ്റ്റോറിയാണ്, വെരി റിയാലിറ്റി, ഫുൾ റിയാലിറ്റിയാണ്. ഇതിന് ആരെങ്കിലും എഗൻസ്റ്റ് പറയുന്നു എന്നുണ്ടെങ്കിൽ അവർ പുഴുത്ത് ചാവും. ആരിലും എഗൻസ്റ്റ് പറഞ്ഞ അവർ പുഴുത്ത് ചാവട്ടെ. വല്ല കേരളത്തിന്റെ നേർചിത്രമാണ് കാണിച്ചത്. ഇതിപ്പോ പുതിയ കേരള സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണോ പഴയതിന് വേണ്ടിയിട്ടാണോ ഒന്നും അറിയാൻ പാടില്ല. പുതിയ കേരള സ്റ്റോറി തിയേറ്ററിലൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ അല്ലേ? ഇല്ലോ അറിയില്ല. അതിന്റെ ഒരു ടീസർ മാത്രമല്ല വന്നത്. ബീഫ് തീറ്റിക്കുന്ന ഇവിടെയുള്ള പിള്ളേരെ വേണം ബീഫ് തീറ്റിക്കാനായിട്ട് കഷ്ടപ്പെട്ട്. അപ്പോൾ അതിനെതിരെ എന്തോ ഹർജിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ചേച്ചിയുടെ അഭിനയം എൻ്റെ പൊന്നോ, ഈ ചേച്ചി ഉള്ളിൽ നിന്നൊക്കെ പറഞ്ഞു. ആദ്യം ഇടയ്ക്ക് എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ്റെ മോളെന്ന് പറഞ്ഞു. ഫ്രണ്ടിൻ്റെ മോള് ആർക്കറിയാം ആരുടെ മോളാണോ? എന്തായാലും ചന്ദനക്കൂറ് തൊട്ടേക്കുന്നതുകൊണ്ട് BJP അനുഭാവിയൊന്നുമല്ല. ഓക്കെ, അത് കളി വേറെയാണത്. ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് കരഞ്ഞാണ്. നമ്മളെയൊക്കെ പോലെ കള്ളക്കരച്ചിലൊന്നുമല്ല. കേരള സ്റ്റോറിക്ക് ജയ്. സത്യസന്ധമായ കഥ.